മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശമ്പളം ലഭിക്കുന്നില്ലെന്ന് മന്ത്രിയോട് പരാതിപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ വീണ്ടും വിളിപ്പിച്ചു പോലീസ്. പ്രതി ചേർക്കുന്നതായി ജീവനക്കാരെ അറിയിച്ചു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതി താൽക്കാലിക ജീവനക്കാർ മന്ത്രിയെ അറിയിച്ചത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഈ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു ഈ താൽക്കാലിക ജീവനക്കാർ മന്ത്രിക്ക് മുന്നിൽ വെച്ചത്. ഇപ്പോൾ എന്താണ് പോലീസിന്റെ നിലപാട്? കേസെടുക്കാൻ തന്നെയാണോ? അമൃത, തീർച്ചയായും കേസെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നത്. ഈ സമയത്തായിരുന്നു തങ്ങളുടെ വിഷമം പറയാനായി അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ തങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന വിഷമം പറയാനായി താൽക്കാലിക ജീവനക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് മന്ത്രി കാണാനെത്തിയ ഇവരെ തടയുകയും പിന്നീട് അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വലിയ തരത്തിൽ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ പോലീസ് തുടർ നടപടികൾ എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ കേസിൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ താൽക്കാലിക ജീവനക്കാരെ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ ഇപ്പോൾ പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. കേസ് എടുത്തിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന കാര്യം അറിയിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി കേസ് തയ്യാറാക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത്. അന്ന് അവരെ ജീവനക്കാർ കൂട്ടമായി എത്തി ബഹളം വെച്ചു. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സംഘർഷ സാധ്യത ഉണ്ടാക്കിയതിനുള്ള അടക്കമുള്ള കാര്യങ്ങൾ ആയിരുന്നു എഫ്ഐആർ നടത്തിയിരുന്നത്. ആ കേസുമായി ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ജംഷീർ.